കാപ്പിക്കാശിന്റെ പേരിലുള്ള തർക്കത്തിൽ കോഴിക്കോട് ജില്ലയിലെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ടു. 4 മണി മുതൽ 6 മണി വരെയാണ് അടച്ചിരുന്നത്. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറിയിൽ തൊഴിലാളികൾ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചാണ് സമരം. എന്നാൽ ആരോപണം നിഷേധിച്ച് തൊഴിലാളികൾ രംഗത്തെത്തി. പമ്പുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന ലോറികളിലെ തൊഴിലാളികൾ പമ്പുടമകളിൽ നിന്നും കൈപ്പറ്റുന്ന തുകയാണ് കാപ്പിക്കാശ്. ഈ തുകയിൽ 100 രൂപയുടെ വർധന വേണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച് തർക്കം ചർച്ച ചെയ്യാൻ എലത്തൂർ HPCL എത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ചാണ് സമരം. ചർച്ചയ്ക്ക് വിളിച്ചു. കോഴിക്കോട് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ ഈ കാര്യമായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എലത്തൂർ HPCL ഡിപ്പോയിൽ എത്തിയതാണ്. ഡിപ്പോയിൽ എത്തി നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവർ നമ്മൾ നേരെ ആക്രോശിക്കുകയും തെറി അഭിഷേകമായിരുന്നു നമ്മളെ കയ്യേറ്റം ചെയ്യേണ്ടത്. അതിനകത്തുനിന്നും അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നമുക്ക് ആക്രമണം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ നിയമ നടപടിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല സൂചന പ്രതിഷേധം നിലയിൽ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 4 മണി മുതൽ 6 മണി വരെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പമ്പുകളും അടച്ചിടും. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ ഇന്ന് വൈകിട്ട് ചർച്ചയുണ്ട്. തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായിട്ടും പ്രതിഷേധം ശക്തമാക്കാനാണ് ഞങ്ങൾ തീരുമാനം. ഇന്ധന വിതരണത്തിന് കരാറെടുക്കുന്നവരാണ് ലോറികൾ ഏർപ്പെടുത്തുന്നതെന്നും തൊഴിലാളികൾക്ക് പണം നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും പമ്പുടമകൾ നിലപാട് സ്വീകരിച്ചിരുന്നു. 12,000 ലിറ്റർ ഇന്ധനവുമായി വരുന്ന ലോറിക്ക് നൽകിയിരുന്ന 300 രൂപ 400 രൂപയായും 20,000 ലിറ്ററുമായി വരുന്ന ലോറിക്ക് നൽകിയിരുന്ന 500 രൂപ 600 രൂപ ആക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. അതേസമയം കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടില്ലെന്നും മുൻവൈരാഗ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും തൊഴിലാളി പ്രതിനിധികൾ പറഞ്ഞു. ഞങ്ങൾ INTUC-യും BMS-ഉം CIT-യും അത് ട്രേഡ് യൂണിയൻ്റെ ഒരു സംയുക്ത കമ്മിറ്റിയാണ് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ ഈ നിലപാടുകൾ മാറ്റാത്ത പക്ഷം വലിയ പ്രക്ഷോഭ പരിപാടികളായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ നടക്കുന്ന ഒരു വലിയ ക്രമക്കേടുകൾ ഈ HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പെട്രോളിയം കമ്പനികളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില മുതലാളിമാർ പമ്പ് ഓണർമാർ നടത്തുന്ന അനധികൃതമായ ചില സംവിധാനങ്ങൾ അതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളുമായിട്ട് ഈ സംയുക്ത കമ്മിറ്റി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കളക്ടർക്കും പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.